ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. അതിൽ 3 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീയതി പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം തീയതി പുറത്തു വന്നിട്ടില്ല. അതിന് കാരണങ്ങൾ പലതാണ്. NDA അവരുടേതായുള്ള കാരണങ്ങൾ പറയുന്നു. ഇന്ത്യ സഖ്യം ആ തീയതി പുറത്തുവിടാത്തതിൻ്റെ പുറകിൽ ഭയമാണ് എന്ന തരത്തിലേക്കുള്ള ചില പ്രസ്താവനകളും പുറത്തുവിടുന്നുണ്ട്. എന്തായാലും 4 സംസ്ഥാനങ്ങളിലൊന്നായ മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പ് തീയതിയാണ് പുറത്തു വരാത്തത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയ ഭൂമികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. അവിടെ ശിവസേന അടക്കമുള്ള പല പ്രാദേശിക പാർട്ടികളും ശക്തിയാർജിച്ചു നിൽക്കുന്ന ഒരിടം കൂടിയാണ്. BJPക്കോ കോൺഗ്രസിനോ നേരിട്ട് ഉള്ള കരുത്തിനേക്കാൾ അപ്പുറത്തേക്ക് സഖ്യകക്ഷികൾക്ക് കരുത്തേറെ ഉള്ള ഒരിടം എന്നുകൂടി വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ മഹാരാഷ്ട്രയെ ആര് ഭരിക്കുമെന്ന ചോദ്യത്തിൻ്റെ ചില സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാലങ്ങളായി മഹാരാഷ്ട്രയുടെ ഒരു രാഷ്ട്രീയ പൈതൃകവും രാഷ്ട്രീയ രീതിയുമൊക്കെ BJPക്കോ NDA സർക്കാരിനുമൊക്കെ അനുകൂലമായി നിൽക്കുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ അതങ്ങനെയല്ല എന്ന തരത്തിലേക്കും ചില വാർത്തകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും സർവേ ഫലം പരിശോധിക്കുമ്പോൾ ആർക്ക് അനുകൂലമായാണ് മഹാരാഷ്ട്ര 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുവാൻ പോകുന്നത് എന്നുള്ളതിന് പ്രാധാന്യം ഏറെയാണ്. ഇവിടെ മഹാരാഷ്ട്രയിലെ TV9 മറാത്ത എന്ന ടെലിവിഷൻ ചാനൽ നടത്തിയ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ സർവേ ഫലത്തിൽ മഹാവികാസ് അഘാടി സഖ്യം എന്ന കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ മഹാരാഷ്ട്രയിലെ ഏറ്റവും കരുത്താർന്ന മഹാവികാസ് അഘാടി സഖ്യം 180 സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് TV9 മറാത്ത എന്ന ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന സർവേ ഫലത്തിൽ പറയുന്നത്. മഹാരാഷ്ട്രയിൽ ആകെയുള്ള സീറ്റുകൾ 288. അതിൽ 180 സീറ്റുകളിലധികം മഹാവികാസ് അഘാടി എന്ന കോൺഗ്രസിൻ്റെ ഒപ്പമുള്ള ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ കേവല സീറ്റ് എന്ന കണക്ക് മറികടന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. അതോടുകൂടി മഹാരാഷ്ട്രയിലെ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നുള്ള വാർത്തകളാണ് മഹാരാഷ്ട്ര ഒന്നാകെ ഇപ്പോൾ പടർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 180 സീറ്റുകളിൽ മഹാവികാസ് അഘാഡിയിൽ കോൺഗ്രസ് 85 സീറ്റും NCP ശരത് പവാർ കൂട്ടം 55 മുതൽ 60 വരെ സീറ്റും ശിവസേന ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന 32 മുതൽ 35 വരെ സീറ്റും നേടുമെന്ന് പറയുന്നു. അവിടെ NDA സഖ്യം അതായത് BJPയും ശിവസേനയും അജിത് പവാർ നേതൃത്വം നൽകുന്ന NCPയും ഒക്കെ കൂടി ചേരുമ്പോൾ അവിടെ BJP 55 സീറ്റും ശിവസേന 35 സീറ്റും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP 18 സീറ്റും നേടുമെന്ന് പറയുന്നു. അതായത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ പോകുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ തീയതി എന്നാണ് എന്നുള്ളത് പുറത്തുവിടാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മഹാവികാസ് അഘാടി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിരോധം തന്നെ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി തന്നെ തീർക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ BJP പറയുന്നത് മറ്റൊരു വശമാണ്. ഇതേ ചാനൽ തന്നെയായിരുന്നു 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും പുറത്തുവിട്ടത്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സർവേയിൽ 366 സീറ്റുകൾ NDA സഖ്യം നേടുമെന്ന് പറയുകയും 106 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുകയും മറ്റുള്ളവർ 76 സീറ്റ് വരെ നേടുമെന്ന് പറഞ്ഞ ചാനലാണ് ഈ TV9 മറാത്ത. അന്നത്തെ ആ സർവേ ഫലങ്ങളെല്ലാം തകിടം മറിയുകയായിരുന്നു. പ്രവചിച്ചത്രയും സീറ്റുകൾ BJPക്ക് നേടുവാൻ സാധിച്ചില്ല. ഇന്ത്യ സഖ്യം പറഞ്ഞതിൽ കൂടുതൽ സീറ്റുകൾ നേടുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ആ ചാനലിലെ സർവേ ഫലങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടില്ല എന്നാണ് BJP പറയുന്ന വാദം. എന്നിരുന്നാലും BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ വരുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് കോൺഗ്രസ്. ഈ ആത്മവിശ്വാസം വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസ് വീണ്ടും ശക്തിയാർജിക്കുന്നു മഹാരാഷ്ട്രയിൽ എന്നുള്ളതാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ പോലും കേവലം സർവേ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ല BJP മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിലെ വികസനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ തങ്ങൾ തികഞ്ഞും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മഹാരാഷ്ട്ര എന്നും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് വലിയ അടുപ്പമുള്ള ഒരിടം തന്നെയാണ്, ഛത്രപതി ശിവജിയുടെ ഇടമാണ് എന്നൊക്കെ BJP എതിർവാദം പറയുമ്പോഴും കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശിവാജിയുടെ പ്രതിമ തകർന്നുപോയ കാര്യമാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ക്ഷമ യാചിച്ച ഒരു വിഷയമാണത്. ആ വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ട് കുറച്ചുകൂടി ശക്തമായി പ്രചരണം നടത്തുക എന്ന ഉദ്ദേശമാണ് കോൺഗ്രസിന് ഇപ്പോഴുള്ളത്. അതുകൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീയതി പോലും പുറത്തുവിടാത്തത് എന്ന വാദവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. എന്നിരുന്നാലും ഈ TV9 മറാത്തയുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ 35 ജില്ലകളുള്ള മഹാരാഷ്ട്രയിലെ
നാഗ്പൂർ, മുംബൈ സിറ്റി, സിന്ധുദുർഗ, സോലാപൂർ, കോലാപൂർ, ജൽന, ജബത്മാൽ, താനെ, അഹമ്മദ് നഗർ, അഖോല, ഔറംഗാബാദ്, അമരാവതി, ബുൽഗാന, ദന്താര, സാഗലി, രത്നഗിരി, ലാത്തൂർ, സത്താർ, ഗച്ചിറോലി, നാഷിക്, ഗോത്തിയ, ജൽഗാപൂർ, പൽഗർ, പൂനെ, നാഷിക്, പർവാനി, ചന്ദ്രപൂർ, തോരെ അടങ്ങുന്ന 29 ജില്ലകളിലും ഇന്ത്യ സഖ്യം മുൻപിൽ വരുമെന്നാണ് ചാനൽ പറയുന്ന സർവേ. ഇന്ത്യ സഖ്യവും എൻ ഡി എയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് വർദ, വീഡ്, നന്ദൂർബാദ് എന്ന 3 ജില്ലകളിലാണ് ഇന്ത്യ സഖ്യവും എൻ ഡി എയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതെന്നും പറയുന്നു. മറ്റ് ജില്ലകളിൽ എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്നും പറയുന്നു. എന്തായാലും കാത്തിരുന്ന് കാണണം മഹാരാഷ്ട്രയുടെ പോരാട്ടത്തിൽ ആര് കളം പിടിക്കുമെന്ന്. സർവേ ഫലങ്ങൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാകുമ്പോൾ എൻ ഡി എ സർക്കാർ തന്ത്രപരമായ നീക്കത്തിന് ചുവടുറപ്പിക്കുകയാണ്. ഇനി തീയതി നിശ്ചയിക്കണം, പോരാട്ടത്തിന് കളത്തിലിറങ്ങണം, ജനങ്ങളുമായി സമ്മതിക്കണം, അധികാരം പിടിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെയും എൻ ഡി എ സഖ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം.